ആലുവയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഗോപാലകൃഷ്ണ പത്മനാഭൻ പിള്ള എങ്ങനെ ജനപ്രിയ നായകൻ ദിലീപായി മാറി? സ്റ്റേജ് പരിപാടികളിൽ ഒരു പരിപാടിക്ക് 300 രൂപയ്ക്ക് മിമിക്രി കളിച്ചു നടന്ന ഗോപാലകൃഷ്ണൻ എങ്ങനെ ഇന്നത്തെ നിലയിലേക്ക് വളർന്നു? തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ദിലീപിൻ്റെ വളർച്ചയും സിനിമാ ജീവിതവും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കുറേ പറയുവാനുണ്ടാവും. വെറും 300 രൂപയിൽ നിന്നാണ് ദിലീപിൻ്റെ ഇന്നത്തെ സ്ഥിതിയിലേക്കുള്ള വളർച്ച. മഞ്ജുവിനെ കെട്ടിയതിന് ശേഷമാണ് ദിലീപിൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. മിമിക്രി കളിച്ച് നടന്നാണ് ദിലീപ് കലാരംഗത്തെത്തുന്നത്. അന്നൊക്കെ ഒരു സീനിൽ അഭിനയിക്കാൻ കുതിച്ച മിമിക്രിക്കാരനായിരുന്നു ദിലീപ്. എങ്ങനെയെങ്കിലും സിനിമാ മേഖലയിൽ എത്തിപ്പെടണം എന്നത് മാത്രമായിരുന്നു ആ സമയത്ത് ദിലീപിൻ്റെ ആശ. കലാഭവൻ ട്രൂപ്പിൽ മിമിക്രി കലാകാരനായി തിളങ്ങുന്ന സമയമായിരുന്നു ദിലീപിൻ്റെ. ഒരു പരിപാടിക്ക് 250-300 രൂപയ്ക്കൊക്കെ ദിവസങ്ങൾ തള്ളി നീക്കാൻ ദിലീപ് നന്നേ പ്രയാസപ്പെട്ടിരുന്നു അന്നൊക്കെ. ഉറക്കം പോലും കളഞ്ഞ് അങ്ങോളം ഇങ്ങോളം മിമിക്രി കലാവേദികളിൽ കളിച്ചും പഠിച്ചും ദിലീപ് അനുഭവിച്ച നാളുകൾ അന്ന് ഏറെയാണ്. പിന്നീട് സഹസംവിധായകനായി, സഹനടനായി, നടനായി, സൂപ്പർ താരമായി, പ്രൊഡ്യൂസറായി, ഡിസ്ട്രിബ്യൂട്ടറായി, സിനിമയിലെല്ലാമായി തീർന്നു ആ ദിലീപ് തന്നെ. എറണാകുളം ജില്ലയിലെ എടവനക്കാട് പത്മനാഭൻ പിള്ളയുടെയും സരോജത്തിൻ്റെയും മൂത്ത മകനായാണ് 1968 ഒക്ടോബർ 27 ഗോപാലകൃഷ്ണൻ പത്മനാഭൻ പിള്ള ജനിക്കുന്നത്. സഹോദരങ്ങൾ അനൂപ്, സവിത. സാമാന്യം സമ്പന്നമായ ബാല്യമായിരുന്നു ദിലീപിൻ്റേത്. വിദ്യാധിരാജ വിദ്യാഭവനിൽ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന സമയം. ഈ കാലഘട്ടത്തിലാണ് വീട്ടിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. എല്ലാമുള്ള അവസ്ഥയിൽ നിന്നും ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് വീടെത്തുന്നതും. അദ്ദേഹം പഠിത്തം തുടർന്നു. പ്രീ ഡിഗ്രിക്കായി ആലുവ UC കോളേജിൽ ജോയിൻ ചെയ്തു. ശേഷം ഹിസ്റ്ററി മെയ് എടുത്ത് എറണാകുളം മഹാരാജാസിലേക്ക്. നർമ്മം നാവിൽ വിളങ്ങിയ ഗോപാലകൃഷ്ണൻ മിമിക്രി രംഗത്തേക്ക് തിരിയുന്നതും കലാഭവനിലേക്ക് എത്തുന്നതും ഈ കാലത്താണ്. അന്ന് അദ്ദേഹത്തിന് ലഭിച്ച കൂട്ടുകാരൻ നാദിർ ഷൈമൊത്ത് ദേ മാവേലിക്കൊമ്പത്ത് പോലുള്ള കാസറ്റുകൾ ഗോപാലകൃഷ്ണൻ ചെയ്തിരുന്നു. അവയ്ക്ക് ലഭിച്ച വലിയ സ്വീകാര്യത അത് അദ്ദേഹത്തെ ടെലിവിഷൻ രംഗത്തെത്തിച്ചു. കലാകാരൻ എന്ന് പേരെടുത്തു. അന്ന് തൻ്റെ മുൻഗാമി എന്ന് പറയാവുന്ന മിമിക്രി രംഗത്തു നിന്നും സിനിമയിൽ ഇടം കണ്ടെത്തിയ ജയറാമിനോട് ദിലീപ് സിനിമ എന്ന ആഗ്രഹം പങ്കുവച്ചു. ഒരു സീനിലൊക്കെ തല കാണിക്കണം എന്ന ആഗ്രഹമായിരുന്നു ദിലീപ് പങ്കുവച്ചത്. അന്ന് ജയറാം അദ്ദേഹത്തെ സംവിധായകൻ കമലിന് പരിചയപ്പെടുത്തി. അങ്ങനെ കമലിൻ്റെ വിഷ്ണു ലോകത്തിൽ മോഹൻലാലിന് ക്ലാപ്പ് അടിച്ചുകൊണ്ട് തുടങ്ങിയവനാണ് താനെന്ന് ദിലീപ് തന്നെ പറയാറുണ്ട്. അന്ന് സഹസംവിധായകനായ ദിലീപിന് ഒപ്പമുണ്ടായിരുന്നത് ലാൽ ജോസ് അക്ബറുമാണ്. ശേഷം അഭിനയമോഹം കലച്ചിലായ ദിലീപ് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു തുടങ്ങി. കമലിൻ്റെ തന്നെ എന്നോടിഷ്ടം കൂടാമോ എന്ന സിനിമയിൽ ചെറിയ വേഷമാണ് ആദ്യം ചെയ്തത്. പിന്നെ കമലിൻ്റെ തന്നെ റെക്കമെൻഡേഷനിൽ 1994 മാനത്തെ കൊട്ടാരം. അതിലെ ദിലീപിൻ്റെ വേഷം ശ്രദ്ധിക്കുക മാത്രമല്ല, ഗോപാലകൃഷ്ണനിൽ നിന്ന് ദിലീപിലേക്കുള്ള ചുവടുമാറ്റം സംഭവിക്കുന്നതും ആ സിനിമയിലൂടെയാണ്. തുടർന്ന് സൈന്യം, സിന്ദൂരരേഖ, ഉള്ളടക്കം, അങ്ങനെ ഒരു പിടി ചെറിയ വേഷങ്ങൾ. അന്നത്തെ സഹപ്രവർത്തകർ പറഞ്ഞത് കൂട്ടത്തിൽ ഒരാളായി നിർത്തിയാലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ടൊരു പൊടിക്കൈ അത് അന്നേ ദിലീപ് നടത്തുമായിരുന്നത്രേ. ഇയാൾ നാളത്തെ താരമാകുമെന്ന് അന്ന് പലരും മനസ്സിൽ കണക്ക് കൂട്ടിയിരുന്നു. അതെന്തായാലും മിമിക്രിയിൽ നിന്നെത്തി ജനപ്രിയ കഥാപാത്രങ്ങൾ സിനിമയിലെത്തിച്ച ജയറാമിൻ്റെ തന്നെ അവസരങ്ങൾ കവർന്നെടുത്താണ് ജനപ്രിയ നായകൻ ദിലീപിൻ്റെ വളർച്ചയെന്ന ആരോപണം. അത് ആദ്യം മുതൽ തന്നെ അദ്ദേഹം കേട്ടിരുന്നു. എന്തായാലും സല്ലാപം, ഈ പുഴയും കടന്ന് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രാരാബ്ധക്കാരനായ യുവാവിൻ്റെ വേഷം മികച്ചതാക്കി. നല്ല നടൻ എന്നും മഞ്ജു വാര്യരൊത്ത് സ്ക്രീൻ കെമിസ്ട്രി മികച്ചതാക്കിയ നടൻ എന്നും പേരെടുത്തു. ശേഷം മിസ്റ്റർ ബട്ട്ലർ, ഡാർലിൻ, ജോക്കർ, മഴത്തുള്ളിക്കിലുക്കം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ നർമ്മ അഭിനയിക്കാൻ കഴിയുന്ന ആളായി. ആ സമയത്ത് 2002 സുഹൃത്തായ ലാൽ ജോസിനൊപ്പം മീശ മാധവൻ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രമെത്തി. അതോടെ ജനപ്രിയ സൂപ്പർ താരമായി മാറി ദിലീപ്. ശേഷം നടൻ എന്ന നിലയിൽ ദിലീപിൻ്റെ മുന്നേറ്റം എന്ന് പറയണം. കുടെ ചിരിപ്പിച്ചും നായകനായും ആക്ഷൻ ഹീറോ ആയും ഒക്കെ ദിലീപ് അരങ്ങുവാണു. തനിക്ക് ലഭിക്കാത്ത, പലവട്ടം വഴുതിപ്പോയ, കിട്ടണമെന്ന് പലവട്ടം ആഗ്രഹിച്ച മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതിയിലൂടെ ദിലീപ് നേടി. പ്രമുഖരടക്കം പലരും ആശംസാ സന്ദേശങ്ങൾ അയച്ചു. നടനായി മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല ആ യാത്ര. ഗ്രാൻഡ് പ്രൊഡക്ഷൻസിലൂടെ നിർമ്മാണ രംഗത്തും ചുവടുറപ്പിച്ചു. അമ്മ അസോസിയേഷൻ എല്ലാ അംഗങ്ങളെയും വെച്ച് 2020 എന്ന സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ച സമയം. ചില പ്രതിസന്ധികളിൽപ്പെട്ട് അത് നടക്കില്ലെന്നുറച്ച വേളയിൽ ആ കുരുക്കഴിക്കാൻ മുന്നോട്ട് വന്ന ദിലീപ് അമ്മ അസോസിയേഷൻ്റെ കരുത്തുറ്റ ഘടകമായി. ഒഴിച്ചുകൂടാനാവാത്ത പിടിപാടുള്ള നിർമ്മാതാവായി. ശേഷം ചാലക്കുടിയിൽ ഡി സിനിമാസ് എന്ന മൾട്ടിപ്ലക്സ് തിയേറ്റർ സ്വന്തമാക്കിക്കൊണ്ട് തിയേറ്റർ ഉടമയായി. ഇതിലൂടെ സിനിമാ വിതരണ പ്രദർശന വഴിയിൽ ദിലീപ് ചുവടുറപ്പിച്ചു. സിനിമയിൽ തിയേറ്റർ ഉടമകളുമായി തർക്കം രൂക്ഷമായ സമയത്ത് ഫിലിം എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ്റെ കൃത്യമായ ഇടപെടലിലൂടെ, തൻ്റെ തന്ത്രത്തിലൂടെ അവ പിളർത്തി അവിടെയും ദിലീപ് തൻ്റെ മേൽക്കോയ്മ നിലനിർത്തി. അങ്ങനെ ഒരു സീനിൽ ഒന്ന് മുഖം കാണിക്കാൻ ആഗ്രഹിച്ച ഗോപാലകൃഷ്ണൻ സൂപ്പർ താരമായി. ഹിറ്റ് നിർമ്മാതാവായി, വിതരണക്കാരനും തിയേറ്റർ ഉടമയും ഒക്കെയായി സിനിമയിൽ നിറഞ്ഞു.
ശേഷം കേസിൻ്റെ വഴികളിലൂടെ കാവ്യയുമായി ഒരു രണ്ടാം വിവാഹം. നടിയെ ആക്രമിച്ച കേസ് ആദ്യമൊക്കെ തൻ്റെ കരിയറിനെ ബാധിച്ചെങ്കിലും പിന്നെ ബാധിച്ചില്ലെന്ന് മാത്രമല്ല, എന്നിട്ടും തൻ്റെ ജനപ്രിയത സജീവമായി നിലനിർത്തുന്നു.